നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വേറൊരു സബ്ജക്റ്റ് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണയായിട്ട് സ്കിൻ കെയർ പറയാറുണ്ട്. നമ്മുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ, നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയാണ് സ്കിൻ കെയറിന് വേണ്ടി ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും, ഓ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ചെയ്യുന്നത് ചോദിച്ചാൽ ചിലർ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടാവും, മറ്റു ചിലർ സൺസ്ക്രീൻ എന്ന് പറയും. പക്ഷെ കൃത്യമായിട്ട് ഒരു സ്കിൻ റുട്ടീൻ ഫോളോ ചെയ്യാൻ പലർക്കും അറിയില്ല. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സ്കിൻ റുട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നത് പലരുടെയും ഡൗട്ടാണ്. ആ ഒരു ഡൗട്ടിന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സ്കിൻ റുട്ടീൻ എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ദെൻ സൺസ്ക്രീൻ, SPF കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, ദെൻ ഒരു ടോണർ, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. ഇതേപോലെ തന്നെ നൈറ്റിൽ നമ്മൾ നൈറ്റ് കെയർ ആയിട്ട് എന്ത് ചെയ്യണം? സെയിം റിപ്പീറ്റ് ചെയ്യണം. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. കൂടെ ഒരു 35+ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു നൈറ്റ് ക്രീം സെലക്ട് ചെയ്യാം. ഇനി നൈറ്റ് ക്രീം അവോയ്ഡ് ചെയ്താൽ പോലും ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് നിർബന്ധമായിട്ടും ചെയ്യണം. അതാണ് കൃത്യമായൊരു സ്കിൻ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നും തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ ഡേ ടൈമിലും ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് നൈറ്റിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും എന്താണ് സ്കിൻ റുട്ടീൻ എന്ന്? അപ്പോൾ ഇനി മുതൽ സ്കിൻ റുട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു, ഗുഡ് ഡേ.